മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പി ശശിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LDF പാളയം വിട്ട് പുറത്തേക്ക് വന്ന PV അൻവർ പിന്നീട് BJP-യിലേക്ക് പോകില്ല എന്നും UDF പാളയത്തിലേക്ക് ചേക്കേറുമെന്ന് വിധിയെഴുതിയവർക്കെല്ലാം തെറ്റുപറ്റി. UDF PV അൻവറിനെ സ്വീകരിച്ചതുമില്ല. PV അൻവർ UDF-ലേക്ക് ചേക്കേറുവാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതൊക്കെ പാളുകയും ചെയ്തു. പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് അഭയം പ്രാപിക്കുന്നു. ഇതിനിടയിൽ DMK-യുടെ അതായത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ഒരു പുതിയ മൂവ്മെന്റ് രൂപീകരിക്കുന്നു. അത്തരത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയൊരു പോരാട്ടം നടത്തുന്നു. ആ പോരാട്ടത്തിനെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ നിരവധി പേരെത്തുന്നു. പിന്നീട് UDF-നുള്ളിലെ ഒരു വിഭാഗം PV അൻവറിന് അനുകൂലമായ ചില നിലപാടുകൾ അറിയിക്കുന്നു. PV അൻവർ കോൺഗ്രസിലേക്ക് വന്നാൽ കോൺഗ്രസിനെ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം, അതിൽ ലീഗ് ഇടപെടില്ല എന്നടക്കമുള്ള മിതത്വം പാലിച്ചുകൊണ്ട് ലീഗ് പലതിനും സമ്മതം മൂളുന്ന തരത്തിലേക്കുള്ള ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ VD സതീശന് PV അൻവറിന്റെ കോൺഗ്രസ് പ്രവേശനത്തിലേക്ക് വലിയ എതിർപ്പുണ്ട് എന്ന തരത്തിലേക്കുള്ള പല വാർത്തകളും പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പ്രധാന കാരണം PV അൻവറും VD സതീശനും ഒക്കെ തമ്മിലുള്ള ചില രാഷ്ട്രീയ പോരാട്ടമാണ്. നിയമസഭയ്ക്കുള്ളിൽ VD സതീശനെതിരെ കടുത്ത ഒരു ആരോപണം PV അൻവർ ഉന്നയിക്കുന്നു. അത് P ശശി പറഞ്ഞതിന്റെ പേരിലാണ് അത്തരത്തിൽ നിയമസഭയിൽ താൻ അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അതിൽ ഇപ്പോൾ തനിക്ക് ഖേദമുണ്ട് എന്നും VD സതീശനോടും ഈ നാട്ടിലെ സാധാരണക്കാരായ വോട്ടർമാരോടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് നിരുപാധികം മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടതുമാണ്. ഇത്തരത്തിൽ നിരവധി കോലാഹലങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ UDF-ന് പിന്തുണയും അർപ്പിച്ചിരിക്കുകയാണ് PV അൻവർ. ആദ്യഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയ PV അൻവറിനോട് തൃണമൂൽ കോൺഗ്രസ് നിലവിൽ LDF-ന്റെ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങണം എന്ന ആവശ്യം മുൻപോട്ട് വെക്കുകയും തൃണമൂൽ കോൺഗ്രസിന്റെ MP ആയി രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുവാനുള്ള രാഷ്ട്രീയ നീക്കം നടക്കുന്നതായും ഒക്കെയുള്ള പല വാർത്തകൾ വന്ന സാഹചര്യത്തിൽ PV അൻവർ നിലമ്പൂരിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്തകളും സജീവമായിരുന്നു. എന്നാൽ PV അൻവർ നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കുന്നില്ല എന്നും അത് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലാണെങ്കിലും UDF-ന്റെ പേരിലാണെങ്കിലും മത്സരിക്കാനില്ല എന്നും UDF-ന് നിരുപാധികം പിന്തുണ അർപ്പിക്കുകയും DCC അധ്യക്ഷനായ VS ജോയി മത്സരിച്ചാൽ 40,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി നിലമ്പൂരിൽ നിന്ന് വിജയിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എന്തായാലും PV അൻവർ UDF-നോട് വലിയ ചായ്വ് കാണിക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തോട് എതിർപ്പുള്ള VD സതീശൻ അടക്കമുള്ള കോൺഗ്രസിലെ ഒരു നിര നേതാക്കന്മാരെ എല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്തി അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ PV അൻവറിന് കോൺഗ്രസിലേക്കുള്ള പ്രവേശനം അനിവാര്യമാണ് എന്ന തരത്തിലേക്ക് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തുന്നതിനെ അനുകൂലിക്കുന്ന വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷേ PV അൻവർ UDF പക്ഷത്തിലേക്ക് വന്നേക്കാം. എങ്കിലും നിലമ്പൂരിൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യത വളരെ കുറവാണ്. പകരം UDF-മായി അദ്ദേഹം ചേർന്നുകൊണ്ട് UDF-ന്റെ പിൻബലത്തോടു കൂടി അദ്ദേഹത്തെ മത്സരിപ്പിക്കുവാൻ സാധ്യതയേറെയുള്ള പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളുണ്ട്. അതായത് ഒരു കാലത്ത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ, കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ, ലീഗിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് മാറി നിന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് PV അൻവർ. PV അൻവർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ്. എന്നാൽ അദ്ദേഹം ലീഗിനോടും കോൺഗ്രസിനോടും ഒക്കെ ഉള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് LDF പാളയത്തിലേക്ക് പോയി. അത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് LDF-ലേക്ക് പോയി ഇപ്പോൾ LDF-ന്റെ പിന്തുണയോടുകൂടി നിൽക്കുന്ന പല ഇടത് നേതാക്കന്മാരുടെയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായ തമനൂരിലും പൊന്നാനിയിലും ഒക്കെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ മത്സരിപ്പിച്ചുകൊണ്ട് ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടം, ഒരു രാഷ്ട്രീയ ആശയം, ഒരു രാഷ്ട്രീയ ആയുധമായി PV അൻവറിനെ UDF-ന് ഉപയോഗിക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കത്തിലുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗിനോടും കോൺഗ്രസിനോടും എതിർത്ത ഇടതുപക്ഷ പാളയത്തിലേക്ക് പോയ പൊന്നാനിയിലും തവനൂരിലും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി മുതലെടുത്തുകൊണ്ട്, ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തെയോട് അനുകൂലിച്ച് നിന്ന ന്യൂനപക്ഷ വോട്ടർമാരെ UDF പാളയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പൊന്നാനിയിലും തവനൂരിലും ഒരു കടുത്ത പോരാട്ടമോ അല്ലെങ്കിൽ ഒരു വലിയ വിജയമോ PV അൻവറിലൂടെ UDF-ന് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലുകളോട് സജീവമായി നിൽക്കുമ്പോൾ PV അൻവർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിലോ പൊന്നാനിയിലോ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും P ശശിക്കെതിരെയും ഒക്കെ വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചില രഹസ്യങ്ങൾ അറിയുകയും ചെയ്യാവുന്ന ഒരു നേതാവെന്ന തരത്തിൽ അങ്ങനെ തള്ളിക്കളയുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുഖമല്ല, ഒരു രാഷ്ട്രീയ ആയുധമല്ല, ഒരു രാഷ്ട്രീയ നേതാവല്ല PV അൻവർ. എന്നാൽ കോൺഗ്രസിനുള്ളിലെ മറ്റു ചില നേതാക്കന്മാരുടെ വാദം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം തള്ളിപ്പറഞ്ഞ, അവർക്കെതിരെ ആക്ഷേപത്തിന്റെ സ്വരമുയർത്തിയ, അവർക്കെതിരെ ആരോപണത്തിന്റെ സ്വരങ്ങൾ ചെയ്ത
PV അൻവറിനെ എങ്ങനെ കോൺഗ്രസിനൊപ്പം നിർത്തുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്കെതിരായും പ്രിയങ്ക ഗാന്ധിക്കെതിരായും വ്യാജ ആരോപണങ്ങൾ നടത്തുകയും നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയും രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയും നടത്തിയ PV അൻവറിനെ ഇത്തരത്തിൽ കോൺഗ്രസിനോടൊപ്പം ചേർക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസിലെ ഒരു പറ്റം നേതാക്കന്മാർ ചോദ്യമുയർത്തുന്നു. അതിനോടൊപ്പം PV അൻവർ അങ്ങനെ വലിയ മുതൽക്കൂട്ടൊന്നുമല്ല കോൺഗ്രസിന്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്ന സാഹചര്യത്തിലും അന്ന് VV പ്രകാശ് കേവല ഭൂരിപക്ഷത്തിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് നിലവിലത്തെ ഭരണവിരുദ്ധ വികാരം കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിപക്ഷ ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു മണ്ണ് തന്നെയാണ് നിലമ്പൂർ. അവിടെ PV അൻവറിന്റെ പിൻബലം ആവശ്യമില്ല. PV അൻവറിനാണ് UDF ആവശ്യം, UDF PV അൻവറിന് ആവശ്യം. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പേരോടുകൂടി നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ഭാവിയിൽ കോൺഗ്രസിന് വല്ല തിരിച്ചടിയാകുമെന്ന കോൺഗ്രസിലെ മുതിർന്ന ഒരുപറ്റം നേതാക്കന്മാർ പറയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ PV അൻവറിനെ കോൺഗ്രസിലേക്ക് സജീവമായി സ്വീകരിക്കുകയോ അദ്ദേഹത്തിന് പിന്തുണ UDF വേണ്ട എന്നോ തീർത്തു പറയേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് എന്നും കണക്കൂട്ടുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിലുണ്ട്.